വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 9. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾ അല്പസമയം മുമ്പ് മരിച്ചുപോയി. നീ വന്ന് അവളുടെ മേൽ കൈകൾ വയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി. 12 വർഷമായി രക്തസ്രവം നിമിത്തം കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി. കുഴലൂത്തുകാരുടെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും അവൻ കണ്ടു. നിങ്ങൾ പുറത്തു പോകുവിൻ, ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അവരാകട്ടെ അവനെ പരിഹസിച്ചു. ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം യേശു അകത്തു കടന്ന് അവളെ കൈക്ക് പിടിച്ച് ഉയർത്തി. അപ്പോൾ ബാലിക എഴുന്നേറ്റു. ഈ വാർത്ത ആ നാട്ടിലെങ്ങും പരന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സൗഖ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഈ ഭൂമിയിൽ ക്രിസ്തു തൻ്റെ ദൗത്യം നിറവേറ്റി മുന്നോട്ട് പോകുന്ന വഴികളിൽ അനേകർക്ക് സൗഖ്യവും ആശ്വാസം നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധായകമായ സൗഖ്യാനുഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലികയെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. 12 വർഷമായി രക്തസ്രവത്താൽ തകർന്നുപോയ ഒരു സ്ത്രീയെ തൻ്റെ ദുരിതാനുഭവത്തിൽ നിന്ന് യേശു ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ഈ 2 സംഭവത്തിൻ്റെ പിന്നിൽ വിശ്വാസമെന്ന ആഴമായ ബലമാണ്. ബാലികയുടെ പിതാവ് വിശ്വസിച്ചു, യേശു എൻ്റെ മകളെ തൊട്ടാൽ അവൾ സൗഖ്യമാകും, അവൾ ജീവനിലേക്ക് തിരികെ വരുമെന്ന്. ആ ഭരണാധികാരിയായ മനുഷ്യൻ പറയുന്ന വാക്കിങ്ങനെയാണ്, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. എന്ത് വലിയൊരു വിശ്വാസ ബലമാണിത്! ക്രിസ്തുവിൻ്റെ സ്പർശനത്തിൽ, അവൻ്റെ സാന്നിധ്യത്തിൽ അത്രമാത്രം വിശ്വാസ ബലം അവനുണ്ടായിരുന്നു. 12 വർഷമായി രക്തസ്രവത്താൽ തകർന്നുപോയ ആ സ്ത്രീയും അപ്രകാരം തന്നെ വിശ്വസിച്ചു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യപ്പെടും. ഈ വിശ്വാസത്തിൻ്റെ ബലമാണ് അവർക്ക് സൗഖ്യത്തിൻ്റെ ബലമായി മാറിയത്. ബാലിക മരിച്ചപ്പോൾ ആ ഭവനത്തിൽ യേശു വന്ന് അവിടെ ബഹളം വെക്കുന്ന എല്ലാവരെയും പുറത്താക്കിയിട്ട് യേശു പറയുന്ന ഒരു വാക്കുണ്ട്, ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. നോക്കൂ, ക്രിസ്തുവിൻ്റെ പ്രത്യാശയാണത്. അവിടുത്തെ പ്രാർത്ഥന പിതാവ് കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും എന്ന ബോധ്യം, അവിടത്തേക്ക് ജീവൻ തിരികെ കൊടുക്കാൻ കഴിയുമെന്ന ഉറപ്പ്. ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. നമുക്കും ആഴമായ ഒരു വിശ്വാസത്തിൻ്റെ ബലമുണ്ടെങ്കിൽ ജീവനെ പോലും വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ക്രിസ്തു നമുക്ക് നൽകുന്ന അനുഭവം കൂടിയാണ് ഇന്നത്തെ സുവിശേഷം. പ്രാർത്ഥനയിലൂടെ മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം നമുക്ക് ബലപ്പെടുത്താൻ കഴിയുക. കൂടുതൽ പ്രാർത്ഥനയോടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുവാനും ക്രിസ്തുവിൻ്റെ മഹനീയമായ കൃപയുടെ സ്പർശനത്തിന് നമുക്ക് നമ്മെ സമർപ്പിക്കുവാനും സാധ്യമാകണം. ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ പോലും സൗഖ്യത്തിൻ്റെ ബലമുണ്ട്. അവനൊന്ന് തൊട്ടാൽ തീർച്ചയായും നമ്മളും സൗഖ്യമുള്ളവരാകും. കർത്താവെ, വിശ്വാസത്തോടുകൂടി അങ്ങയെ അന്വേഷിക്കുവാനും പ്രത്യാശയോടുകൂടി അങ്ങയെ തൊടുവാനും അങ്ങനെ സൗഖ്യം പ്രാപിച്ച ജനമായി ഞങ്ങൾ രൂപാന്തരപ്പെടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗികളെ സൗഖ്യപ്പെടുത്തുമെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് ഉത്തരം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആകയാൽ കൂടുതൽ വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നാഥൻ്റെ തിരുസന്നിധി സമർപ്പിച്ച് നമുക്കും വിനീതരായി പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ.
ആമേൻ.